കേരളത്തിൻ്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ആദ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു കോൺഗ്രസിൻ്റെ. അതിനുശേഷം രണ്ടാമത്തെ 5 വർഷം വി.ഡി. സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കൊറോണയും അതോടനുബന്ധിച്ച് പിണറായി വിജയന് ലഭിച്ച PR അവസരങ്ങളും കൊണ്ട് വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഭരണത്തിലേക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായി. വി.ഡി. സതീശൻ പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും UDF നയിക്കുന്നതുകൊണ്ടൊക്കെ ഭരണത്തിലേക്ക് വരും എന്ന ഒരു ചിന്തയിലാണിപ്പോൾ. അതുകൊണ്ട് കോൺഗ്രസ്സിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് അവർ നടത്തുന്നത്. UDF ജയിക്കും, അതുകൊണ്ട് മുഖ്യമന്ത്രി ആരായിരിക്കണം